ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചക്രവർത്തി പ്രഭാത സവാരിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അതാ ഒരു യാചകൻ നേരെ മുന്നിൽ. നിനക്കെന്താ വേണ്ടത്? രാവിലെ തന്നെ നല്ലൊരു സമ്മാനം കൊടുത്ത് യാചകനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് ചക്രവർത്തി ചോദിച്ചു. എൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ അങ്ങേക്ക് കഴിവുണ്ടെന്നതുപോലെയാണല്ലോ അങ്ങ് സംസാരിക്കുന്നത്. യാചകൻ്റെ അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ചക്രവർത്തി ഗൗരവത്തോടെ പറഞ്ഞു, ഞാൻ ശക്തനായ ഒരു ചക്രവർത്തിയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ എനിക്ക് കഴിയും. എന്താ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തന്നിരിക്കും. തിരുമേനിക്ക് അത്രയ്ക്കും ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ ആവശ്യം സാധിച്ചു തരിക. യാചകൻ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഈ പാത്രത്തിൽ തിരുമനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ട് ഒന്ന് നിറച്ചു തന്നാൽ മതി. ചക്രവർത്തി ഉടൻ തന്നെ അംഗരക്ഷകനെ വിളിച്ച് കുറേ പണം കൊണ്ടുവന്ന് യാചകൻ്റെ ഭിക്ഷാപാത്രം നിറച്ചു കൊടുക്കാൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് ഒരു പണക്കിഴിയിലെ നാണയങ്ങൾ മുഴുവൻ ഭിക്ഷാപാത്രത്തിലേക്ക് അവൻ ചൊരിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം നോക്കിയപ്പോൾ ഭിക്ഷാപാത്രം ശൂന്യം. പണം അതിൽ നിന്നും അപ്രത്യക്ഷമായി. ഒഴിഞ്ഞുകിടക്കുന്ന ഭിക്ഷാപാത്രവും അർത്ഥഗർഭമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന യാചകനും ചക്രവർത്തിയെ ക്രുദ്ധനാക്കി. ഈ ഭിക്ഷക്കാരൻ്റെ മുന്നിൽ ഞാൻ തോറ്റുകൂടാ. ചക്രവർത്തി ഖജനാവ് സൂക്ഷിപ്പുകാരനെയും മന്ത്രിയെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഖജനാവിലുള്ളത് മുഴുവൻ എടുത്തിട്ടായാലും ശരി, ഈ ഭിക്ഷക്കാരൻ്റെ പാത്രം നിറച്ചു കൊടുക്കുക. കൊട്ടാരത്തിൽ നിന്നും വീണ്ടും വീണ്ടും പണക്കിഴികൾ പുറത്തേക്ക് പ്രവഹിച്ചു. പക്ഷെ എത്രമാത്രം നാണയങ്ങൾ ഇട്ടാലും ഭിക്ഷാപാത്രത്തിൽ വീഴുന്ന നിമിഷം അത് അപ്രത്യക്ഷമാകും. സംഭവം കേട്ടറിഞ്ഞ് കൊട്ടാരവാസികളും പ്രജകളും ഓടിക്കൂടി. ചക്രവർത്തിക്ക് ആകെ നാണക്കേട്. സ്വർണവും രത്നക്കല്ലുകളുമെല്ലാം രാജകൽപ്പനയനുസരിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഭിക്ഷാപാത്രത്തിലിട്ടു. പാത്രത്തിൽ വീഴുന്ന നിമിഷം അതെല്ലാം പഴയതുപോലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. ഭിക്ഷാപാത്രം നിറച്ചു കൊടുക്കുവാൻ കഴിയാതെ രാജാവ് പരാജയം സമ്മതിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന യാചകൻ ഒരു സാധാരണക്കാരനല്ലെന്നും ആ ഭിക്ഷാപാത്രത്തിൽ എന്തോ രഹസ്യമുണ്ടെന്നും തിരിച്ചറിഞ്ഞ ചക്രവർത്തി യാചകൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അപേക്ഷിച്ചു, ഗുരു, ഈ ഭിക്ഷാപാത്രത്തിൻ്റെ രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയാലും. ഭിക്ഷു ഇപ്രകാരം പറഞ്ഞു, ഈ ഭിക്ഷാപാത്രം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സുകൊണ്ടാണ്. ആശകളാണ് ഇതിലെ ഘടകങ്ങൾ. പല ആഗ്രഹങ്ങളും ഉടലെടുക്കുമ്പോൾ അതിലൊരു ലഹരിയും ആനന്ദവും നാം ദർശിക്കും. അത് കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കും. പക്ഷെ ഓരോ ആഗ്രഹവും സാധിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മാധുര്യവും മൂല്യവും കുറഞ്ഞു പോകുന്നു. വീണ്ടും മനസ്സിന് ശൂന്യത മാത്രം. അത് നികത്താൻ പുതിയൊരാഗ്രഹം നമുക്ക് വേണം.
അതിനുവേണ്ടി കൊതിച്ച് നാം കഷ്ടപ്പെടാൻ ആരംഭിക്കും. അത് നേടിക്കഴിഞ്ഞാൽ രസം തീർന്നു, വീണ്ടും ശൂന്യത. കാറ് കൊതിച്ചു, വീട് കൊതിച്ചു, ജീവിത പങ്കാളിക്കായി ഉത്കടമായി ആഗ്രഹിച്ചു. ഇന്നിതാ വീടുണ്ട്, കാറുണ്ട്, പങ്കാളിയുമുണ്ട്, പക്ഷെ തൃപ്തിയും രസവും നഷ്ടപ്പെട്ടു പോകുന്നു. ഓരോ ആശകളും സാധിച്ചു കഴിയുമ്പോൾ മനസ്സിൽ വീണ്ടും ശൂന്യത മാത്രം. പുതിയ പുതിയ ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും നിവൃത്തീകരണത്തിലൂടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ നമുക്കാകില്ല. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകും തോറും മനസ്സിൻ്റെ ശൂന്യതയും വർദ്ധിക്കും. അമിതമായ ആഗ്രഹങ്ങളെ നിഷേധിക്കാൻ നാം പഠിക്കണം. ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തുവാനുള്ള പരിശീലനവും നമുക്ക് വേണം.